ഹലോ മച്ചാമാരെ, എല്ലാവർക്കും ബ്ലോഗ് 5യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നൊരു കൃഷിയുടെ ഒരു ഉദ്ഘാടനവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഉദ്ഘാടനം ചെയ്യുന്നത് കുറ്റ്യാടി MLA ആയ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് അതിവിടെ പരീക്ഷിക്കാൻ അതിന്റെ നടിയിൽ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ഞങ്ങൾ കുറച്ചു പേര് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച ഒരു കൃഷിക്കൂട്ടമാണ്. അന്ന് ആദ്യത്തെ പ്രാവശ്യം തുടങ്ങിയ സമയത്ത് മുതലായ കൃഷികൾ ഉണ്ടായിരുന്നു. വിഷരഹിത പച്ചക്കറി നാട്ടുകാർക്കെല്ലാം തുടങ്ങിയത്. പക്ഷെ ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു കൃഷി രീതിയാണ് ഞങ്ങൾ അവലംബിച്ചത്. ഇതുവരെ രാസവളത്തിന്റെ ഒരംശവും ഞങ്ങൾ ഈ മണ്ണിൽ ചേർത്തിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ കാണുന്ന ഈ പ്രദേശം മുഴുവൻ പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അത് KP കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്ററാണ്. അദ്ദേഹത്തെ സഹർഷം ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. പിന്നെ ഉള്ളത് ആശംസ. ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങൾക്കും ഇവിടെ ഉണ്ടാകുന്ന ഒരാളാണ്. അദ്ദേഹം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹത്തെയും ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ വാർഡ് മെമ്പർ, നമ്മുടെ 4ാം വാർഡ് മെമ്പർ, ഇത് 5ാം വാർഡാണ് നിലവിൽ, 4ാം വാർഡ് മെമ്പർ ഷറഫുദ്ദീൻ. അദ്ദേഹത്തിന്റെ വീടാണിത്, അദ്ദേഹത്തിന്റെ പറമ്പാണിത്. അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഈ കൃഷിയിൽ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസ അർപ്പിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട കൃഷി ഓഫീസർ, ആയഞ്ചേരി കൃഷിഭവനിലെ ഓഫീസർ കൃഷ്ണ പി ഇവിടെ എത്തിയിട്ടുണ്ട്. മേഡത്തെ ഞാൻ സഹർഷം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പങ്കെടുക്കേണ്ട വീടുകളും ഞങ്ങൾ 113 വീടുകളുടെ കൂട്ടായ്മയാണ് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ. ഷറഫുദ്ദീൻ അതിന്റെ സെക്രട്ടറിയാണ്. ബാലകൃഷ്ണൻ മാസ്റ്ററെയും ഞാൻ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ യോഗത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആശംസ പറയുന്ന രാമകൃഷ്ണനാണ്. വൺ ലൈഫ് ഓർഗാനിക് എന്നാണ് രാമകൃഷ്ണന്റെ സ്ഥാപനത്തിന്റെ പേര്. വൺ ലൈഫ് ഓർഗാനിക്. നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി പിന്നെ യോഗത്തിൽ മണിക്കോത്ത് കുഞ്ഞിരാമട്ടനുണ്ട്. അദ്ദേഹം പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ലാന്നറിയാം. എങ്കിലും കുഞ്ഞിരാമട്ടനെയും ഞാൻ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിലെ പങ്കെടുത്ത നമ്മൾക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ വിദ്യാധരനെ സഹർഷം സ്വാഗതം. നമ്മുടെ MLAക്ക് പെട്ടെന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ നടിയിലത്തെ ഉദ്ഘാടനം നടന്നതിന് ശേഷം നമുക്ക് ഈ യോഗത്തിലേക്ക് തുടരാം.
ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിദ്യാധരൻ MP, സ്വാഗതം ആശംസിച്ച ജഗദീഷ്, റഫീഖ്, വേദിയിൽ ഉപവിഷ്ടരായ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കുഞ്ഞിരാമട്ടൻ, കൃഷി ഓഫീസർ കൃഷ്ണ P, മറ്റ് വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ ആഹ്ലാദകരമായ ഒരു സായാഹ്നമാണ്. നമ്മുടെ ഈ പ്രദേശത്തെ ഏതാനും കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച കർഷക കൂട്ടായ്മ ഒരു ഘട്ടം കൃഷി കൂടി അവർ ആരംഭിക്കുക. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങാണ്. കാരണം മലയാളികളായ നമ്മൾ പഴയ ജീവിത രീതിയിൽ നിന്നും ശൈലിയിൽ നിന്നും മാറിപ്പോയ ഒരു കാലഘട്ടമാണ്. പക്ഷേ നമ്മുടെ കാർഷിക സംസ്കൃതി, ആ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കൃതി തിരിച്ചു പിടിക്കാനുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടികൾ കൂടിയാണ് എന്ന സാമൂഹ്യ പ്രസക്തിയും ഈ ചടങ്ങിലുണ്ട് എന്നാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. പച്ചമുളകും ചീരയും കറമൂസും മുരിങ്ങയും എല്ലാം കാണും. ഇന്ന് നമ്മൾ ആ രീതി വിട്ട് എല്ലാം പണം കൊടുത്ത് വാങ്ങുക എന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. കയ്യിൽ നമ്മുടെ പണമുണ്ട്, അതുകൊണ്ട് പണം കൊടുത്ത് വില്യാപ്പള്ളി ടൗണിൽ പോയി നല്ല തുടുതുടുത്ത തക്കാളിയും വെണ്ടയും എല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് കഴിക്കുക എന്ന രീതിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ജീവിത ശൈലിയിൽ വന്ന ആ മാറ്റം വലിയ നേട്ടങ്ങൾ നേടിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യക്കാരൻ ജീവിക്കുന്നതിനേക്കാൾ 10 വർഷം കൂടുതൽ ജീവിക്കാൻ അർഹത നേടിയ ഒരു ജനതയില്ലാത്ത സവിശേഷതയാണ്. ഇപ്പൊ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എല്ലാമുള്ള നമ്മുടെ മുന്നേറ്റം, ആ മുന്നേറ്റമാണ് നമ്മുടെ ആയുർദൈർഘ്യവും വർദ്ധിപ്പിച്ചത്. ഒരുപാട് രോഗങ്ങൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്തു. പണ്ടൊക്കെ ഉണ്ടായിരുന്ന പല രോഗങ്ങളും ഇപ്പോഴില്ല. പക്ഷെ പുതിയ കാലഘട്ടത്തിൽ പുതിയ വെല്ലുവിളികളെ നമ്മൾ നേരിടും. അത് ആരോഗ്യ രംഗത്തുമുണ്ട്, വിദ്യാഭ്യാസ രംഗത്തുമുണ്ട്. പുതിയ പുതിയ രോഗങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതുപോലെ രോഗം വന്ന് തകർന്നു പോകാനിടയുള്ള ഇതുപോലുള്ള രോഗങ്ങൾ കൂടിക്കൂടി വരുന്ന സ്ഥിതിവിശേഷം നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. അപ്പൊ ആരോഗ്യരംഗത്ത് വലിയ പുരോഗതി നമ്മൾ ആർജിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പുതിയ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ നമ്മൾ പ്രാപ്തമാകേണ്ടതുണ്ട്. ഇത്തരം മാരകമായ രോഗങ്ങൾ, പണ്ട് കരൾ രോഗം ഇത്ര വ്യാപകമായിട്ടുണ്ടോ? കിഡ്നി രോഗം ഇത്ര വ്യാപകമായിട്ടുണ്ടോ? ഡയാലിസിസ് സെന്ററുകൾ എത്ര തുടങ്ങിയിട്ട് മതിയാകുന്നില്ല. കിഡ്നി രോഗികളുടെ എണ്ണം കൂടി വരികയാണ്. അപ്പൊ നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ്, ഭക്ഷണക്രമത്തിൽ വന്ന മാറ്റമാണ് ഈ ദുരന്തം മലയാളിക്ക് ഉണ്ടാക്കിയത് എന്നാണ് വിദഗ്ധന്മാർ പറയുന്നത്. അതുകൊണ്ട് ജീവിത രീതിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടതുണ്ട്. വിഷമയമായ ഭക്ഷണമാണ് നമ്മൾ അധികവും കഴിക്കുന്നത്. കുറെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തുന്നത് എല്ലാം നമ്മൾ നല്ലോണം വേവിച്ചത്, നല്ലോണം ചൂടായി വേവിക്കുമ്പോൾ കുറെയെല്ലാം അങ്ങ് ഒഴിവായി പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് നല്ല ഗുണമേന്മയുള്ള ഭക്ഷണം അഥവാ വിഷരഹിതമായ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയണം. അത് കഴിക്കാൻ കഴിയണമെങ്കിൽ പണം കൊടുത്ത് ടൗണിൽ പോയി വാങ്ങിച്ചുകൊണ്ടുവരാൻ കഴിയില്ല. കാരണം കേരളത്തിന് ആവശ്യമായ പച്ചക്കറികൾ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, അന്യ സംസ്ഥാന. അപ്പൊ അങ്ങനെ കൃഷി നടത്തുമ്പോൾ അവർ മാരകമായ കീടനാശിനികൾ കണ്ടമാനം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പച്ചക്കറികളിലായാലും പഴവർഗ്ഗങ്ങളിലായാലും വിഷാംശം വളരെ കൂടുതലായി. നമ്മളെല്ലാ നേരവും അത് വാങ്ങിക്കും. സ്വാഭാവികമായി നമ്മൾ ആന്തരിക അവയവങ്ങളെയൊക്കെ. അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരോഗ്യ സംരക്ഷണത്തിന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൈവശമുള്ള ഭൂമിയിൽ സ്വന്തം ആവശ്യത്തിനെങ്കിലും, ബിസിനസ് ആവശ്യം പോകട്ടെ, സ്വന്തം ആവശ്യത്തിനെങ്കിലും നല്ല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വെച്ചുപിടിപ്പിച്ച് ഉണ്ടാക്കി ഉപയോഗിക്കുക എന്ന അപൂർവമായ പല ഘടകങ്ങളുണ്ട്. അത് ജൈവവളം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയില്ല. കൃഷി ഓഫീസർ ഇവിടെ ഉണ്ട്. അത് ജൈവവളം കൊണ്ട് പരിഹരിക്കാൻ കഴിയാത്ത ചില അംശങ്ങളുണ്ടാകും. വലിയ രൂപത്തിലുള്ള വളം ജൈവവളം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ കഴിയും. ചാണകമായാലും ഗോമൂത്രമായാലും അതുപോലെ പച്ചില വളമായാലും പലതുകൊണ്ടും നമുക്ക് വിനിയോഗിക്കാൻ കഴിയും.
പക്ഷേ മണ്ണിലുള്ള ചില അപൂർവ ഘടകങ്ങൾ അത്യാവശ്യം നമ്മൾ രാസവളങ്ങൾ വേണ്ടിവരും. മണ്ണ് പരിശോധന നടത്തി കഴിഞ്ഞാൽ അത് വ്യക്തമായി മനസ്സിലാക്കും. അത് നമ്മൾ ഉപയോഗിക്കില്ല എന്ന വാശി കാണിക്കരുത്. വാശി കാണിച്ചാൽ ഉൽപാദനം വളരെ കുറയും എന്ന പ്രശ്നമുണ്ട്. ചില ഇനങ്ങൾ വന്നില്ലെങ്കിൽ മണ്ണിൽ എല്ലാ അംശങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ചെടിക്ക് നല്ല രൂപത്തിലുള്ള ആരോഗ്യത്തോടു കൂടി വളർന്നു വരികയുള്ളൂ. നടപടി ശരി തന്നെ, പരമാവധി ജൈവവളങ്ങൾ തന്നെ ഉപയോഗിക്കണം. എന്നാലും ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പോരായ്മയുണ്ടെങ്കിൽ പരിഹരിക്കണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ ഒരു പ്രത്യേകമായി നിങ്ങളോട് നിർദ്ദേശിക്കാനുള്ളത്. അതിൽ മടി കാണിക്കരുത്. അത്തരം ഘടകങ്ങൾ, അപൂർവമായ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോകണം. അങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ വലിയ സാമ്പത്തിക നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയും. നമുക്കിപ്പോഴുള്ളൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്, പക്ഷെ ശാസ്ത്രീയമാണ്. ഈ ഒരു ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ട്. നിങ്ങൾ ഈ പറമ്പിലുള്ള തെങ്ങെല്ലാം നോക്കണം. നമ്മൾ ശാസ്ത്രീയ കൃഷി ചെയ്യുന്നില്ല എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മളെ തെങ്ങാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. നിയമസഭയിൽ കുറ്റ്യാടി തേങ്ങയുടെ മഹത്വവും കുറ്റ്യാടി തേങ്ങയുടെ വിലയും വിലത്തകർച്ചയും പ്രശ്നവും ഉന്നയിച്ച അവസരത്തിൽ നമ്മളെ ബഹുമാന്യനായ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടൻ ഇടയ്ക്ക് ഇടപെട്ടു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളെ കുറ്റ്യാടിയിൽ ഒരു തെങ്ങിന്റെ ശരാശരി ഉൽപാദനം എത്രയാണ്? ഞാൻ പറഞ്ഞു, എന്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത മണ്ഡലം കാവിലുംപാറയിലും മരുതോങ്കരയിലും 95-100. എന്റെ മണ്ഡലത്തിൽ 45-50. ശരിയായിരിക്കും എനിക്ക് തോന്നുന്നു. കുറ്റ്യാടി മണ്ഡലത്തില് നാളികേരത്തിന്റെ ഉൽപാദനം 45-50. അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞു, എന്റെ പ്രദേശം ചിറ്റൂരാണ്, കേരളത്തിൽ ഏറ്റവും മഴ കുറഞ്ഞ പ്രദേശമാണ്. എന്നോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കുറ്റ്യാടിയിലുള്ള തെങ്ങ് കൃഷിക്കാരെയും കൂട്ടി എന്റെ പറമ്പിലേക്കൊന്ന് വരണം, എന്റെ പ്രദേശത്തേക്കൊന്ന് വരണം. 150-200 നാളികേരമില്ലാത്ത ഒരു തെങ്ങ് നിങ്ങൾക്ക് കാണാൻ കഴിയും. മഴനിഴൽ പ്രദേശമായ നിങ്ങളെ കോഴിക്കോട് കഴിയുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിന് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, നിങ്ങൾ ശാസ്ത്രീയമായി കൃഷി നടത്തുന്നു. ചേർക്കുന്ന ഏർപ്പാടുകൾ നമ്മുടെ ഈ പ്രദേശത്ത് ഇല്ല. മണ്ണ് പരിശോധനയില്ല. നമ്മൾ കാലാകാലമായി തെങ്ങിൻ തടം തുറന്ന് പച്ചില വളമിടും, കുറെ ചാണകമിടും. ചിലപ്പോൾ ഇവർ കൃഷിഭവൻ ചെയ്യുന്ന ചില മിക്സറുകളൊക്കെ പ്രയോഗിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ മണ്ണ് പരിശോധിച്ച് ഏതാണോ കുറവുള്ളത്, ടൗണിൽ നിന്ന് 1 കിലോ തക്കാളി വാങ്ങുമ്പോൾ എത്രയാണ്, വീട്ടിൽ നിന്ന് തക്കാളി ഉണ്ടാക്കിയാൽ വരുന്ന ചെലവ് എത്രയാണെന്ന് ആരും പരിശോധിക്കുന്നു. നമ്മളെ ആവശ്യത്തിന് ഏറ്റവും ശുദ്ധമായ പച്ചക്കറികൾ ഉണ്ടാക്കുന്ന പരിപാടി എന്നുള്ള രൂപത്തിൽ നിങ്ങളുടെയൊക്കെ വീട്ടിന് ചുറ്റും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കണം. പണ്ടൊക്കെ ഏത് തൊടിയിലും കറമൂസും മുരിങ്ങയും ചെടിച്ചീരയും ഒക്കെ കാണുമായിരുന്നു, പച്ചമുളകൊക്കെ. ഇത് പല സ്ഥലത്തും അതൊന്നും കാണുന്നില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് അത്തരമൊരു ശ്രദ്ധയിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുവരിക, അതിനുകൂടി പ്രയോജനം ചെയ്യുന്നതാണ് ഈ കൂട്ടുകൃഷി സമ്പ്രദായം. 10-13 കുടുംബങ്ങൾ ചേർന്നുള്ള ഈ സംരംഭം അങ്ങേറ്റം സ്വാഗതാർഹമാണ്. അത് മറ്റുള്ളവരും ഒരു മാതൃകയാക്കിയെടുത്ത് സ്വന്തം ഇടത്തിൽ അത്യാവശ്യം കൃഷി നടത്തി മുന്നോട്ട് പോകാൻ തയ്യാറാകണം എന്നാണ് ഈ സന്തോഷ മുഹൂർത്തത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വളരെ സന്തോഷപൂർവ്വം പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ബഹുമാന്യനായ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത കാർഷിക വിദഗ്ധന്റെ മികവോടെ സംസാരിച്ച നമ്മുടെ ബഹുമാന്യനായ MLA കുഞ്ഞമ്പതുകുട്ടി മാസ്റ്റർ, ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹതീരം പ്രസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലകൃഷ്ണൻ മാസ്റ്റർ, വൺ ലൈഫ് ഓർഗാനിക്കിന്റെ പ്രതിനിധി രാമകൃഷ്ണൻ, ജഗദീഷ്, രമേശൻ, മറ്റ് നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കുഞ്ഞിരാമേട്ടൻ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, പ്രിസിഷൻ ഫാമിംഗ് അതിന്റെ ഒരു ഉദ്ഘാടനമാണ് ഇന്ന് നമ്മുടെ ബഹുമാനനായ MLA നിർവഹിച്ചിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറ്റ്യാടി MLA ശ്രീ കുഞ്ഞമ്പതുകുട്ടി മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള വ്യക്തികളെ, 2024 ഫെബ്രുവരി 15-ന് കൈതേൽ ഷറഫുദ്ദീനും രമേശൻ, ജഗദീഷ് എന്നിവർ ചേർന്ന് എളിയ നിരയിൽ ചെറുധാന്യങ്ങളായ റാഗി, മണിച്ചോളം, കമ്പ് എന്നിവ കൃഷി ചെയ്തുകൊണ്ട് ആരംഭിച്ചതാണ് ഈ കൃഷിക്കൂടം. ഈ കൃഷിയുടെ ഉദ്ഘാടനം 5ാം വാർഡ് മെമ്പർ വിദ്യാധരനും
കേരള മില്ലറ്റ് മിഷൻ കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ കൂടി നിർവഹിച്ചു. തുടർന്ന് ഈ കൃഷി വിപുലീകരിച്ച് ഒരു ജൈവ പച്ചക്കറി യൂണിറ്റ് തുടങ്ങണമെന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികളായ കൃഷിയിൽ താല്പര്യമുള്ള കുറച്ചുപേരെ കൈതൽ വീട്ടിൽ വിളിച്ചു ചേർക്കുകയും വിപുലമായ തരത്തിൽ ജൈവ കൃഷി ചെയ്യാനായി സമൃദ്ധി ഓർഗാനിക് ഫാം എന്ന പേരിൽ ഒരു കൃഷിക്കൂട്ടം രൂപം നൽകുകയും ചെയ്തു. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 13 പേർ ഉൾപ്പെട്ടതാണ് സമൃദ്ധി ഓർഗാനിക് ഫാം. ഫെബ്രുവരി മാസം തന്നെ ചീര, തക്കാളി, വഴുതന, മുളക്, കാച്ചിൽ, കപ്പ തുടങ്ങിയ പാരമ്പര്യ കൃഷിരീതി ജൈവവളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്തു. വളരെ നല്ല വിളവാണ് ഇവയിൽ നിന്ന് ലഭിച്ചത്. ഈ കൃഷിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് മെമ്പറായ KM റഫീഖ് തൈകൾ നട്ട് നിർവഹിച്ചു. തുടർന്ന് ഓണക്കാല വിപണി ലക്ഷ്യം വെച്ച് പൂക്കൃഷി ആരംഭിക്കുകയും ചെണ്ടുമല്ലിയും വാടാർമല്ലിയും ഇവിടെ കൃഷി ചെയ്യുകയും ചെയ്തു. ചെണ്ടുമല്ലി പൂത്തു നിൽക്കുന്നത് കാണാനായി പ്രദേശവാസികളും പ്രദേശത്തെ സ്കൂൾ വിദ്യാർത്ഥികളും വന്നത് ഫാം അംഗങ്ങൾക്ക് സന്തോഷം നൽകിയ സംഭവമാണ്. പ്രസ്തുത കൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി PM ലീനയാണ്. കഴിഞ്ഞ നവംബറിൽ ശീതകാല പച്ചക്കറികൾ ആയ കാബേജ്, കോളിഫ്ലവർ, ബീറ്റ്റൂട്ട് എന്നീ കൃഷികൾക്ക് തുടക്കം കുറിച്ചു. അതോടൊപ്പം തന്നെ നല്ല ജൈവവളങ്ങൾ ലഭിക്കാനായി ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് കൂടി ആരംഭിച്ചു. ശീതകാല പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം വില്യാപ്പള്ളി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി KK സിമിയും മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം വില്യാപ്പള്ളി സർവീസ് ബാങ്ക് പ്രസിഡന്റ് ശ്രീ KM ബാബു നിർവഹിച്ചു. പാരമ്പര്യ രീതിയിലുള്ള കൃഷി ചെയ്യുമ്പോഴുള്ള മനുഷ്യാധ്വാനം കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മറ്റ് ഫാമുകൾ സന്ദർശിക്കുകയും അതിന്റെ ഭാഗമായി ചെക്കിയാട് വൈൽഡ് ലൈഫ് ഓർഗാനിക് ഫാം എന്ന ഫാം സന്ദർശിക്കുകയും അവിടെ വെച്ച് പ്രിസിഷൻ ഫാമിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. അതുപ്രകാരമാണ് ഇവിടെ പ്രിസിഷൻ ഫാമിംഗ് തുടങ്ങാൻ തീരുമാനിച്ചത്. പ്രിസിഷൻ ഫാമിങ്ങിൽ ഒരു പ്രാവശ്യം തടങ്ങൾ എടുത്ത് വളം നൽകി തുള്ളി നനയും സെറ്റ് ചെയ്താൽ ഷീറ്റ് വിരിച്ച് അതിൽ 3 പ്രാവശ്യം കൃഷി ചെയ്യാം. ഇവിടെ ഞങ്ങൾ വഴുതന, തക്കാളി, മുളക്, ചീര, പാവൽ, പടവലം, ചുരയ്ക്ക, തണ്ണിമത്തൻ, കക്കിരി, വെള്ളരി തുടങ്ങി 15ഓളം പച്ചക്കറികളാണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ കൃത്യത കൃഷിക്ക് കൃഷി വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും നമ്മുടെ MLAയുടെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും സമൃദ്ധി ഓർഗാനിക് ഫാമിൽ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ആശംസകൾ അർപ്പിച്ച MK റഫീഖ്, നമ്മുടെ വില്യാപ്പള്ളിയുടെ ചാർജിലെ കൃഷി ഓഫീസർ, ഇതിന്റെ പ്രസിഡന്റ് രമേശൻ, സെക്രട്ടറി ജഗദീഷ്, സ്വാഗതം ആശംസിച്ച വാസുവേട്ടൻ, പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു ലാഭം ഉണ്ടാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ബിസിനസ് ആയിട്ടല്ല ഈ ഒരു സംരംഭത്തെ കുറച്ചു കാലങ്ങളായി ഞങ്ങളിൽ 10-12 പേര് കൂടി ചേർന്നുകൊണ്ട് ഇവിടെ ആരംഭിച്ചത്. ഇവിടെ ചെലവഴിക്കുന്ന സമയവും ഊർജവും 8 മണി മുതൽ ഉച്ചക്ക് ഒരു 12:30-1 മണി വരെയൊക്കെ ജോലി ചെയ്താൽ 10,800 രൂപ കിട്ടുമ്പോൾ അത്രയും സമയം ഇവിടെ വെറുതെ വേതനമൊന്നുമില്ലാതെ 10-12 പേര് ഇതിന് മെനക്കെടുമ്പോൾ നമുക്ക് കിട്ടുന്നത് മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസവും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ നനച്ച് ഉണ്ടാക്കിയ ഭക്ഷണം വേറെ എവിടുന്ന് കിട്ടിയാലും ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങൾ ഭൂമിയിൽ നിന്ന് കിളർത്ത് വന്ന് തന്നെ കിട്ടേണ്ടതുണ്ട്. വേറെ എല്ലാ സാധനങ്ങളും എവിടെ നിന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിലും ഭക്ഷണമായി കഴിക്കേണ്ട സാധനങ്ങൾ ഭൂമിയിൽ നിന്ന് നട്ട് നനച്ച് അല്ലെങ്കിൽ സ്വമേധയാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തിന്നാൽ മാത്രമേ മനുഷ്യൻ ജീവൻ നിലനിൽക്കൂ. അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്ര വിഷമുള്ള സാധനമാണെങ്കിലും നമ്മൾ പച്ചക്കറിയും ഇവിടെ കുറച്ചു പേരെടുത്ത് പറയേണ്ട കുറച്ചു പേരുണ്ട്. രമേശേട്ടനായാലും സതീശനായാലും രാജേട്ടനായാലും ഒക്കെ, അതുപോലെ തന്നെ ശശിയേട്ടൻ, അവരൊക്കെ ഏത് സമയത്തും ഇതിന്റെ ഒരു കുട്ടിയെ നോക്കുന്നത് പോലെ നോക്കിയാൽ മാത്രമേ പച്ചക്കറി എന്ന് പറയുന്ന സാധനം നമ്മുടെ നാട്ടിൽ ജീവിക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ
അപ്പം അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിന്റെ ഭാഗമായി ഈ നാട്ടിൽ ഇതൊരു പ്രചോദനമായിക്കൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ബഹുമാനപ്പെട്ട വില്യാപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സമൂഹത്തിൽ ഓർഗാനിക് ഫാമിന് വേണ്ടി ഹൃദയമായി സ്വാഗതം ചെയ്യാൻ. അപ്പോ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ ഇടയിൽ നമ്മുടെ വീട്ടുമുറ്റത്തും വീട്ടിന്റെ ടെറസിലും മറ്റുമൊക്കെ എങ്ങനെയെങ്കിലും ഒരു മുളകും തൈയെങ്കിലും നട്ട് അതിൽ നിന്ന് 2-3 മുളക്, എത്ര മുളക് കിട്ടിയാലും അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസിക സംതൃപ്തിയും മറ്റും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ രീതിയിലേക്ക് പലപ്പോഴും പലരും ചോദിക്കുന്നതാണ്, ഇതിപ്പോ ഇത് നട്ട് ഈ ഒരു മുളകും തൈമ്പല് ഏറി വന്നാൽ ഒരു 250 ഗ്രാം മുളക് ഉണ്ടാവും. 250 ഗ്രാം മുളകിന് 25 രൂപ കൊടുത്താൽ കിട്ടുന്ന കേസുണ്ട്. എത്ര ദിവസം രാവിലെ എണീച്ച് നനച്ച് വളമിട്ട് നോക്കിയാലും ഒരു 10 മുളകും തൈ ഉണ്ടെങ്കിൽ ഏറി വന്നാൽ ഒരു 5 കിലോ മുളക് കിട്ടും. 5 കിലോ മുളക് ഇന്നത്തെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് ഏറി വന്നാൽ 350 രൂപ 400 രൂപയ്ക്ക് കിട്ടുന്ന കേസിന് 3-4 മാസം 2-3 മാസം മെനക്കേടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അതാണ് MLA നേരത്തെ സൂചിപ്പിച്ചത്. സാമ്പത്തികമായി തുലനം ചെയ്യുമ്പോൾ നമുക്ക് ഒരു എത്തുപിടിയും കിട്ടാതെ നമ്മളെ ദൈവവിശ്വാസം പറയും പോലത്തെ ഒരു സംഗതിയാണ്. വിശ്വാസമുള്ളവർക്ക് അതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ഒരുപാട്, ഇല്ലാത്തവർക്ക് പറയുമ്പോൾ അതൊരു ഇതായി തോന്നുന്നത് പോലെ തന്നെയാണ്. പച്ചക്കറിയുടെ ലാഭനഷ്ടങ്ങൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് മെനക്കേടില്ലാതെ കിട്ടുന്ന ഒരു സാധനം എന്നുള്ള നിലയിൽ വില്യാപ്പള്ളി പോയി വാങ്ങി വെറുതെ പുതപ്പിനുള്ളിൽ തന്നെ കിടന്നാൽ മതി. അതുകൊണ്ടുണ്ടാവുന്ന മാനസികമായും ശാരീരികമായും ആരോഗ്യപരമായുള്ള ഒരു ഗുണവും നമുക്ക് കിട്ടില്ല എന്ന് മാത്രമാണ്. വേറെ നമ്മുടെ പരിസര പ്രദേശത്തിലെ ആളുകളും പിന്നെ ഇതിന് ഏറ്റവും ഒരു പ്രചോദനമായിട്ട് നിങ്ങൾ എത്ര പച്ചക്കറി ഉണ്ടാക്കിയാലും ഈ സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ എന്ന ഒരു സംഘടന നിങ്ങൾക്ക് എത്ര പ്രോത്സാഹനം വേണമെങ്കിലും തരാം. ഞങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ വേറെ ആരെങ്കിലും അന്വേഷിച്ച് പോവാകൂ എന്നുള്ള ഒരു ഉറപ്പ്. സാധാരണ പലരും പറയാറുള്ളത് നമുക്ക് വിപണനത്തിന് സാധ്യതയില്ല എന്ന്. ഇന്ന് ഇവിടെ ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ. അതുകൊണ്ട് തന്നെ വിപണനത്തിന് യാതൊരു പ്രയാസവും ഈ പ്രദേശത്ത് ഉണ്ടാവുകയില്ല എന്നാണ്. എത്ര ഉണ്ടാക്കിയാലും ഓണത്തിനൊക്കെ നമുക്കറിയാം, പഞ്ചായത്തും കൃഷിഭവനൊക്കെ നടത്തുന്ന സമയത്ത് ആളുകളോട് സാധനങ്ങൾ കൊണ്ടുവരാൻ പറയുമ്പോൾ വളരെ തുച്ഛമായ സാധനങ്ങളെ കൊണ്ടുവരുന്നുള്ളൂ. ആരോടെങ്കിലും ചോദിച്ചാൽ പന്നിയുണ്ട്, പുലിയുണ്ട്, കടുവുണ്ട് എന്നെല്ലാം പറയാന്നല്ലാണ്ട്, എന്നാൽ ഇതൊന്നും വരാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഇതൊന്നും പറ്റാത്ത രീതിയിൽ, അതിനൊന്നും കോട്ടം തട്ടാത്ത രീതിയിൽ ഇതിനെല്ലാം സംരക്ഷിച്ചുകൊണ്ട് പലതും നമുക്ക് നടത്താൻ കഴിയുമെന്ന് കൂടിയാണ് ഞങ്ങൾ ഇവിടെ പരീക്ഷിക്കുന്നത്. കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. വൈകിപ്പോയത് ഒരു റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് അറിയാം. അമരാവതി റോഡിന്റെ ഒരു പ്രശ്നം ഏകദേശം 1.5 വർഷമായി നമ്മള് ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. ആളുകൾ സ്ഥലം വിട്ടിരുന്നില്ല. റോഡിന് നമുക്ക് അനുവദിച്ചു കിട്ടിയ ഫണ്ട് അനുവദിക്കണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ കമ്മിറ്റി മുന്നോട്ട് പോകണം. അതുകൊണ്ട് യോഗത്തിൽ നിന്ന് ഇറങ്ങി പോരുക എന്നുള്ളത് ഒരു വലിയ പ്രയാസമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങിക്കോന്ന് പറഞ്ഞത്. MLA ഒക്കെ പോയിട്ട് എന്തായാലും നിങ്ങൾ താല്പര്യം കാണിച്ച് ക്ഷണിച്ച, ഒരുപക്ഷെ നമ്മൾ ഇന്ന് അന്യം നിന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ നമ്മളോട് ചേർത്ത് പിടിക്കാൻ സമൃദ്ധി ഓർഗാനിക് യൂണിറ്റ് എടുത്തിട്ടുള്ള ഈ ഒരു സംരംഭത്തിൽ ഒന്ന് വന്ന് കാണുക, സംസാരിക്കുക എന്നുള്ളതിലപ്പുറത്തേക്ക് വന്ന് കാണുക. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഒരു സാന്നിധ്യത്തിൽ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ നന്മ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് എത്തിച്ചേർന്നത്. എന്തായാലും ജൈവ കൃഷി രീതി ഒരുപക്ഷെ ഇന്ന് നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃഷിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ലോകത്ത് വലിയ വിപ്ലവം നമുക്ക് എല്ലാ മേഖലയിലും നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യന് കഴിക്കാനുള്ള ഭക്ഷണത്തിൽ ഇന്ന് വരെ ആ മണ്ണിൽ പണിയെടുത്തെങ്കിൽ മാത്രമാണ് ഭക്ഷണം കിട്ടൂ. മണ്ണിലേക്ക് വിത്തിറക്കിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള ഒരു ഭക്ഷണവും നമുക്ക് കിട്ടില്ല. ആ ഒരു വിപ്ലവത്തിന് ഇതുവരെ മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പൊ അതില് മണ്ണിൽ പണിയെടുത്തേ മതിയാവും. അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മനുഷ്യ ജീവൻ നമുക്ക് നിലനിർത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കാർഷിക രീതിയെ എന്ത് വില കൊടുത്തും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മള് വലിയ പണം കൊടുത്ത് വാങ്ങുന്നത് കൊടും വിഷം ചേർത്ത അല്ലെങ്കിൽ കീടനാശിനി ചേർത്ത പഴങ്ങളും പച്ചക്കറികളും ആണ് എന്നറിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ ജീവിച്ചത്രയും നമ്മുടെ മക്കളും വരും തലമുറയും നിലനിൽക്കേണ്ട ഒരു അനിവാര്യത നമ്മൾ എന്തുകൊണ്ടോ ഓർക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കൃഷിയെ കാണുക,
എല്ലാ മാറ്റത്തിനും വേണ്ടി നമ്മൾ നടത്തുന്ന സമയത്തിനൊപ്പം തന്നെ കാർഷിക രീതിയെ പ്രോത്സാഹിപ്പിക്കുക. അതിൽ പ്രത്യേകിച്ചും ജൈവ കാർഷിക രീതി പ്രോത്സാഹിപ്പിക്കാനുള്ള നിരവധിയായ സഹായങ്ങൾ ഇന്ന് നമുക്കെല്ലാ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നുണ്ട്. നേരത്തെ MLA ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്നൊരു പക്ഷേ സർക്കാർ, ഏത് സർക്കാർ ആയാലും ഏറ്റവും വലിയ ഊന്നൽ കൊടുക്കുന്നത് കാർഷിക വൃത്തിയിലേക്ക് ഇറങ്ങുന്ന ആളുകൾക്ക് കൂടുതൽ സഹായങ്ങളും ആ ഒരു സംരംഭത്തിൽ നിന്ന് കിട്ടുന്നതിന് വിപണി കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് ഒരു പ്രാദേശിക സംവിധാനം എന്നുള്ള നിലക്ക് നമുക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. പ്രത്യേകിച്ച് കൂട്ടുകൃഷിയായി അല്ലെങ്കിൽ ഒരു സംഘകൃഷിയായി ചെയ്യുന്ന ആളുകളെ ഒരു പ്രദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അതൊരു കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, നാടിന്റെ ഒരു കൂട്ടായ്മ, ഒരു സാംസ്കാരിക കൂട്ടായ്മ വളർത്തിയെടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു ഒത്തുചേരലിലൂടെയുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഒത്തുചേരപ്പെടേണ്ട പല അവസരങ്ങളും വേദികളും ഒത്തുചേരാത്തതിന്റെ വലിയ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ നമ്മുടെ നാട് ഇന്ന് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഒത്തുചേരൽ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു കാർഷിക പ്രവൃത്തിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ തുടങ്ങിയ സംരംഭത്തിന് എല്ലാവിധ സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പ്രവർത്തനം കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് എല്ലാ കാലത്തും നിങ്ങൾക്ക് പച്ചക്കറി കൃഷി ചെയ്യാൻ, അത് മഴക്കാലത്തോ മഞ്ഞുകാലത്തോ വേനൽക്കാലത്തോ എന്നുള്ളത് നോക്കാതെ ഏത് സമയത്തും കൃഷി ചെയ്യാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള സംവിധാനങ്ങളും അതിന്റെ സ്ഥാപനങ്ങൾ ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു സംരംഭം മികച്ച രീതിയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. ഓർഗാനിക് സമൃദ്ധി ഫാമാണെന്ന് തോന്നുന്നു. ഓണത്തിന് പൂക്കൃഷി നടത്തി വിജയം കൈവരിച്ചിട്ടുണ്ട്. ഒരു വലിയ പ്രൊജക്റ്റ് ആണെങ്കിലും വളരെ ആശങ്കയോടുകൂടി നമ്മൾ ഏറ്റെടുത്ത സമയത്ത് 12 13 യൂണിറ്റുകൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഓണത്തിന് ചെണ്ടുമല്ലി കൃഷി ചെയ്തു. അത് വിപണിയിലെത്തി. തുടക്കത്തിൽ വലിയ മാർക്കറ്റ് ഉണ്ടെങ്കിലും പിന്നീട് സീസണൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ സംരംഭം തുടങ്ങുമ്പോൾ നടിയിൽ വസ്തുക്കൾ ഇടുന്ന സമയത്ത് കുറച്ച് കാലതാമസം വന്നിട്ടുണ്ട്. മഴയൊക്കെ ഒരു തടസ്സമായി വന്ന്, പക്ഷെ എന്നിരുന്നാലും അത് വിപണിയിലേക്ക് എത്തിയ സമയത്ത് കുടുംബശ്രീ യൂണിറ്റുകളൊക്കെ വളരെ സത്യസന്ധമായി ഇനി അടുത്ത വർഷം ഇത് നേരത്തെ തുടങ്ങണം, കുറച്ചുകൂടി മുൻകൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് കൊണ്ടുപോകണം. നല്ല മാർക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. നഷ്ടമല്ലാത്ത നിലക്ക് ആ കൃഷിയെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷിയെ ഒരിക്കലും നമ്മുടെ ലാഭത്തിന്റെയോ നഷ്ടത്തിന്റെയോ കണക്ക് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ്. നിങ്ങൾ ഈ കാണിച്ച ഉദ്യമത്തിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പ്രൊമോഷനായിട്ട് ഇവിടുന്ന് പോയിരിക്കുകയാണ്, ഇപ്പൊ ലീവിലും കൂടാണ്. അപ്പോൾ എനിക്കിവിടെ ചാർജാണ്. ആദ്യം തന്നെ ഇത്തരം ഒരു കൂട്ടായ്മയെ എല്ലാ ആശംസകളും അഭിനന്ദിക്കുകയും കൂടെ ചെയ്യാണ്. കാരണം പരമ്പരാഗതമായ കൃഷി രീതിയിൽ നിന്ന് മാറി നമ്മൾ ശാസ്ത്രീയമായ കൃഷി രീതിയിലേക്ക് ഒരു കൂട്ടായ്മ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് അത്യധികം സന്തോഷമുള്ളതും അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ്. ആദ്യം തന്നെ എല്ലാവരെയും ഇതിൽ പാർട്ടായിട്ടില്ല എല്ലാ ആളുകളെയും അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, കൃത്യത കൃഷി എന്ന് പറയുന്നത് തന്നെ ഉദ്ദേശിക്കുന്നത് കൃത്യമായ സമയത്ത് ആവശ്യമുള്ളത് മാത്രം. അതായത് നമ്മൾ ഒരുപാട് വളമൊന്നും കൊടുക്കണ്ട. ചിലപ്പോൾ ആ ചെടിക്ക് കുറച്ച് വളമേ ആവശ്യമുള്ളൂ, കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ കൃത്യമായ സമയത്ത് കൃത്യമായ അളവിൽ നൽകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൃഷിഭവന്റെ ഭാഗത്ത് നിന്ന്, കൃഷി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും, കൃഷിഭവനിൽ ജാരിസേട്ടനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവുമെന്നും കൂടെ അറിയിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ നമ്മുടെ ഉദ്ഘാടന സമയത്ത് MLA വളരെ വിശദമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ആവശ്യം ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ വിപണനത്തിന് ഇവിടെ ഒരു പ്രയാസം ഉണ്ടാവാത്ത രീതിയിൽ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ കൂട്ടായ്മകൾ. അപ്പോൾ തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ MLA സൂചിപ്പിച്ചു, ഈ കൃഷി സമ്പ്രദായം, ഇപ്പോൾ ജൈവ കൃഷി പലരും തുടങ്ങി വെച്ച് അവിടെ ഒരു 1-2 വർഷം കൊണ്ട് നിർത്തിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അത് അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷിയിലേക്ക് എത്താത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ കൂട്ടായ്മ തുടക്കത്തിൽ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ജൈവ കൃഷി ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായും
രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ കൃഷിയെ കൃത്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതാണ് നേരത്തെ കൃഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ ആവശ്യമായ അളവിൽ വളവും വെള്ളവും നൽകിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വിളവ് കിട്ടും. അത് കൃത്യമായ രീതിയിൽ ചെയ്യുന്ന സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മൾച്ചിങ് ഷീറ്റിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സംവിധാനമൊക്കെ ചെയ്യുന്നത്. വളരെ കുറച്ച് ജലം മാത്രമേ ആവശ്യമായിട്ട് വരൂ. ജലാംശം നഷ്ടപ്പെടാത്ത രീതിയിലാണ്. പിന്നെ കളകള് ഒരു പരിധിവരെ കളകള് തടഞ്ഞു നിർത്തും. അതേപോലെ തന്നെ ഈർപ്പം ഒരു പരിധിവരെ സംരക്ഷിച്ചു നിർത്തും. അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിളവ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പൊ നല്ല രീതിയിൽ കൃഷിയെ പറ്റി അറിയുന്ന, കൃഷിയെ നല്ല രീതിയിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ കൂട്ടായ്മയിലുള്ളത് എന്ന് ഇവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റി. അതേപോലെ ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നാട്ടുകാരുടെ ഏറ്റവും വലിയ സഹകരണമാണ്. ഇപ്പൊ നാട്ടുകാരുടെ സഹകരണവും ഇവിടെ വന്നപ്പോൾ ബോധ്യപ്പെട്ട്, അതുകൊണ്ട് തന്നെ ഈ സമൃദ്ധി ഓർഗാനിക് ഫാം വളരെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നതിൽ ഒരു സംശയമില്ല. അതിനുവേണ്ടി പിന്നെ മുന്നിട്ടിറങ്ങിയ ഈ സമൃദ്ധി കൂട്ടായ്മയുടെ എല്ലാവർക്കും പിന്നെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തുടങ്ങുന്നത് കൃത്യത കൃഷി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. കൃത്യമായിട്ട് മണ്ണ് പരിശോധിച്ചുകൊണ്ട് മണ്ണിലുള്ള ഘടകങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ കുറവുള്ള വളങ്ങൾ നമ്മൾ മൂലകങ്ങളെ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളായിട്ട് നമ്മൾ വെള്ളത്തിലൂടെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ചെടിക്ക് എത്രയാണ് പിന്നെ മൂലകങ്ങൾ ആവശ്യമുള്ളത് ആ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ അത് നൽകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന പരമാവധി ഉൽപ്പാദനം ആ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടുകയും അതുമൂലം വരുമാനത്തിലുള്ള വർധനമുണ്ടാകും. കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ വൺ ലൈഫ് ഓർഗാനിക് ഫാം എന്ന ഫാം സന്ദർശിക്കുകയും അവിടെ കണ്ട കൃഷി രീതി ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മൾച്ചിങ് ഷീറ്റും തുള്ളി നനയും ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. കൃത്യത കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഞങ്ങളുടെ കുറ്റ്യാടി MLA ശ്രീ കുഞ്ഞുകുട്ടി മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ശീതകാല പച്ചക്കറിയായ കാബേജ്, കോളിഫ്ലവർ അതൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഓർഗാനിക് ഫാം സ്റ്റാർട്ട് ചെയ്തത് 2024 ഫെബ്രുവരിയാണ്. അപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കൃഷികളിലെല്ലാം ഞങ്ങൾക്ക് ജോലി വളരെ കൂടുതലായിരുന്നു. അത് കുറക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പ്രസിഷൻ ഫാമിലേക്ക് മാറിയത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് വലിയ പിന്നെ പ്രതീക്ഷയാലെ ഈ ഭൂമിയിൽ എന്തെങ്കിലും നട്ടാൽ മാത്രമേ നാളേക്കും ഇന്നേക്കൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് കുറച്ചുകൂടി നല്ല നമ്മൾ മമ്മൂട്ടി പറഞ്ഞതുപോലെ കർഷകൻ ചേറിൽ കൈവെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചോറിൽ കൈവെക്കാൻ കഴിയുന്നത് എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ഭയങ്കര സംഭവമായി. എന്നാലത് കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു സംഗതിയാണ്. ഇതുപോലത്തെ ചെറുതും വലുതുമായ കർഷകർ ഈ ചേറിലും ചളിയിലും ഒക്കെ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ലോകത്തിലെ എല്ലാ മനുഷ്യജീവികളും ഭക്ഷണം കഴിച്ച് വളരെ സുഖമായി ജീവിക്കുന്നത്. അത് നമ്മുടെ പ്രദേശത്ത് നമുക്ക് ആവശ്യമായതെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ്. അത് ഏത് തരത്തിൽ വിജയിക്കുമെന്നുള്ളത് കൃഷിയായതുകൊണ്ട് തന്നെ ചില ആശങ്കകളുണ്ടെങ്കിലും വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. പിന്നെ വിജയിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. വെർമി വാഷ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ പ്രസിഡന്റ് സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ വലിയ പിന്നെ പ്രതീക്ഷയാലെ ഈ ഭൂമിയിൽ എന്തെങ്കിലും നട്ടാൽ മാത്രമേ നാളേക്കും ഇന്നേക്കൊക്കെ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അത് കുറച്ചുകൂടി നല്ല നമ്മൾ മമ്മൂട്ടി പറഞ്ഞതുപോലെ കർഷകൻ ചേറിൽ കൈവെക്കുന്നത് കൊണ്ടാണ് നമുക്ക് ചോറിൽ കൈവെക്കാൻ കഴിയുന്നത് എന്ന് മമ്മൂട്ടി പറഞ്ഞപ്പോൾ ഭയങ്കര സംഭവമായി. എന്നാലത് കാലാകാലങ്ങളായി നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന ഒരു സംഗതിയാണ്. ഇതുപോലത്തെ ചെറുതും വലുതുമായ കർഷകർ
ഈ ചേറിലും ചളിയിലൊക്കെ പണിയെടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ ലോകത്തുള്ള എല്ലാ മനുഷ്യജീവികളും ഭക്ഷണം കഴിച്ച് വളരെ സുഖമായി ജീവിക്കുന്നത്. അത് നമ്മുടെ പ്രദേശത്ത് നമുക്ക് ആവശ്യമായതെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ്. അത് ഏത് തരത്തിൽ വിജയിക്കുമെന്നുള്ളതിനെ കുറിച്ച് കൃഷിയായതുകൊണ്ട് തന്നെ ചില ആശങ്കകൾ ഉണ്ടെങ്കിലും വിജയിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാവരും ഉള്ളത്. വിജയിക്കട്ടെ എന്ന് സർവശക്തനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. കഴിഞ്ഞ ഓണക്കാലത്ത് ഞങ്ങൾ വൺലൈഫ് ഓർഗാനിക് ഫാം എന്ന ഫാം സന്ദർശിക്കുകയും അവിടെ കണ്ട കൃഷി രീതി ഇവിടെ തുടങ്ങണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. ആ രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. മൾച്ചിങ് ഷീറ്റും തുള്ളി നനയും ഉപയോഗിച്ചാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നത്. കൃത്യത കൃഷി രീതിയാണ് ഇവിടെ അവലംബിക്കുന്നത്. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. ഞങ്ങളുടെ കുറ്റ്യാടി MLA ശ്രീ കുഞ്ഞുകുട്ടി മാസ്റ്ററാണ് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ശീതകാല പച്ചക്കറിയായ കാബേജ്, കോളിഫ്ലവർ അതൊക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഓർഗാനിക് ഫാം സ്റ്റാർട്ട് ചെയ്തത് 2024 ഫെബ്രുവരിയാണ്. അപ്പോൾ ഞങ്ങളുടെ മൂന്നാമത്തെ കൃഷിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കൃഷികളിലെല്ലാം ഞങ്ങൾക്ക് ജോലി വളരെ കൂടുതലായിരുന്നു. അത് കുറക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഇപ്പോൾ ഈ രീതിയിലേക്ക് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് പ്രസിഷൻ ഫാമിലേക്ക് മാറിയത്. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കൃത്യത കൃഷി അഗ്രികൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. കൃത്യമായിട്ട് മണ്ണ് പരിശോധിച്ചുകൊണ്ട് മണ്ണിലുള്ള ഘടകങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ കുറവുള്ള വളങ്ങൾ നമ്മൾ മൂലകങ്ങളെ വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളായിട്ട് നമ്മൾ കൈക്കിലൂടെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ഒരു ചെടിക്ക് എത്രയാണ് മൂലകങ്ങൾ ആവശ്യമുള്ളത് ആ കൃത്യമായിട്ടുള്ള അളവിൽ തന്നെ അത് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ചെടിയിൽ നിന്ന് ഉണ്ടാക്കാവുന്ന പരമാവധി ഉൽപ്പാദനം ആ ഒരു ചെടിയിൽ നമുക്ക് കിട്ടുകയും അതുമൂലം വരുമാനത്തിലുള്ള വർധനമുണ്ടാകും.